ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കാണിക്കുന്നത്. വെജിറ്റബിൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പം KGs വേണ്ടായിരിക്കും, ഇത്ര രൂപയ്ക്ക് മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ ഇത്ര പർട്ടിക്കുലർ ഈ എമൗണ്ടിൽ മതി സാധനം എന്ന് പറയുമ്പോൾ എങ്ങനെ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെയിറ്റ് കൺവേർഷൻ വരുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നോക്കാം. റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയർ. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുവാണ്. സെയിൽ പാനൽ ഓപ്പൺ ചെയ്ത് അതിലിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും. ക്യാരറ്റ് സെലക്ട് ചെയ്യുകയാണ് ഞാൻ. ക്യാരറ്റിൽ 1 kg 43 റുപ്പീസാണ്. ഓക്കെ, കസ്റ്റമർക്ക് 1 kg വേണ്ട, ഒരു 15 റുപ്പീസിന് മതി. അപ്പോൾ ഇവിടെ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഐറ്റം അഡ്ജസ്റ്റബിൾ എമൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐറ്റം അഡ്ജസ്റ്റബിൾ എമൗണ്ട് വരും. കസ്റ്റമർക്ക് എത്ര രൂപയ്ക്കാണോ വേണ്ടത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പം ഇതിൽ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. 0.34883. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ വേറൊരു പ്രോഡക്റ്റും കൂടി സെലക്ട് ചെയ്യുവാണ്. കുക്കുംബർ സെലക്ട് ചെയ്തു. കുക്കുംബർ 1 kg 60 റുപ്പീസ്. കസ്റ്റമർക്ക് ഒരു 20 റുപ്പീസിന് മതി. അപ്പോൾ ഐറ്റം അഡ്ജസ്റ്റബിൾ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ എമൗണ്ട് കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്തു. യെസ്, ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ക്വാണ്ടിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ്, then pay. യെസ്, ഇപ്പോൾ കസ്റ്റമർക്ക് എത്ര രൂപയ്ക്കാണോ സാധനങ്ങൾ വേണ്ട അത്ര രൂപയുടെ ക്വാണ്ടിറ്റി മാത്രമേ വന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ സാധനം വാങ്ങാൻ വരുവാണെങ്കിൽ ഐറ്റം അഡ്ജസ്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, that is Retail Daddy. Thank you for watching this video. Thank you.